എന്താണെന്നറിയാമോ? കുറേ മാങ്ങ കിട്ടി. അപ്പോൾ രാവിലെ കൊണ്ട് തന്നതാണ്. ഞങ്ങൾ പാത്രത്തിൽ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇത് വെച്ച് നമുക്കൊരു പുളിശ്ശേരി, മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കാം. എടുക്കാൻ വയ്യ, ഭയങ്കര വെയിറ്റ് ആവേണ്ട. നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണല്ലേ, ഇഷ്ടംപോലെ മാങ്ങ ഇപ്പോൾ ഉണ്ടാകുന്ന സമയമാണ്. നാടൻ മാങ്ങ പല വെറൈറ്റിയോട് കൂടിയുള്ള മാങ്ങകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കേട്ടോ. ഇതൊന്നും നിൽക്കാൻ വയ്യ, ഞാൻ താത്ത് വെച്ചോട്ട് കേട്ടോ. മാങ്ങയുടെ മണം അടിച്ചപ്പോൾ തിന്നാൻ തോന്നി. എന്താ നല്ല മാങ്ങ. പുളിയൊന്നുമില്ല, നല്ല സൂപ്പർ മാങ്ങയാണ്. നല്ല രുചിയുള്ള മാങ്ങയാണ്, മൊത്തം തിന്നാൻ തോന്നും. അപ്പം കുറച്ച് ഉപ്പിലിടാം. മാങ്ങ ഈമ്പെന്ന് വാങ്ങി നല്ലത്. നാടൻ മാങ്ങയൊക്കെ തൊലിയോടുകൂടി ഇങ്ങനെ ഈമ്പി കഴിക്കണം. നമുക്ക് ഇച്ചിരി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും. ഇപ്പം നാടൻ മാങ്ങയുടെയൊക്കെ സമയമാണ്. അപ്പം നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതുപോലെ ഇളക്കിയാൽ മതി. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാം. ഞങ്ങൾ 4 പേരുണ്ട്. 4 പേർക്ക് ഈ 2 മാങ്ങ വെച്ച് ഇന്നാനുള്ള മാങ്ങക്കറിയാണ്. ഇതിനകത്ത് നമുക്ക് ഒരു 4 പച്ചമുളക്, ഒരു സവാള അരിഞ്ഞ്. പച്ചമുളക് ഞാൻ സവാളയ്ക്ക് പകരം 5-6 കൊച്ചുള്ളിയാണ് ഇട്ടേക്കുന്നത്. ഇട്ടിട്ട് കൊടുക്കാം. അതിനാവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുളിശ്ശേരിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾ പൊടി നമുക്ക് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ജീരകം, മഞ്ഞൾ, 1/4 സ്പൂൺ മുളക് പൊടി. നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇനി നമ്മൾ ഇതിനകത്തൊക്കെ തൈര് ഒഴിച്ച് കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പം മാങ്ങയ്ക്കകത്ത് നമുക്ക് ഇച്ചിരി തൈര് ഒഴിച്ച് കൊടുക്കുമ്പോഴേ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ആവത്തുള്ളൂ. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം.